Hello all, welcome back to my channel. So നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊളംബിയ ഐസ് ഫീൽഡ് സ്കൈ വാക്ക് ആണ്. ഇപ്പോൾ ഈ വീഡിയോയിലാണെങ്കിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഒന്നുമില്ല. സോ നമ്മൾ മുന്നോട്ട് ഏകദേശം ഒരു 6 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത് അവിടെ അവർക്കൊരു സെൻറ്റർ ഉണ്ട്. അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് അവരുടെ ഷട്ടിൽ ബസ്സിൽ നമ്മളെ ഇങ്ങടേക്ക് കൊണ്ടുവരും. സോ ഇവരുടെ സെൻറ്ററിൽ അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് ആ കാണുന്നതാണ് സെൻറ്റർ. സോ നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നു. കോഫി ഷോപ്പ്, ഗിഫ്റ്റ് ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, അങ്ങനെ കുറച്ച് സൗകര്യങ്ങളോട് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പം നമുക്ക് ടിക്കറ്റ് കാണിച്ച് ചെക്ക് ഇൻ ചെയ്യണം. നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കിന് ഇവരൊരു ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ടൈം മെൻഷൻ ചെയ്ത് ടിക്കറ്റ് ഹോൾഡേഴ്സിനെ ഒരു ബാച്ച് ആയിട്ടായിരിക്കും ഇവർ സ്കൈ വാക്കിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ആ ഒരു ടൈം ആകുമ്പോൾ ഇവർ എൻട്രൻസ് ഓപ്പൺ ചെയ്യും. നമ്മൾ ഈ ഒരു പാസേജ് വഴി വരുമ്പം അവിടെ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് നമ്മളെ പുറത്തേക്ക് വിടും. സോ ഈ ബസ്സിലാണ് നമ്മളെ ആ ഒരു സ്കൈ വാക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ടൈം ആകുമ്പോൾ നമുക്ക് ബസ്സിൽ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഗൈഡ് ത്രൂ ഔട്ട് ദി ജേർണി നമുക്ക് ഓരോ മൗണ്ടെയ്ൻസിനെ പറ്റിയും അതിൻ്റെ ജിയോഗ്രഫിയെ പറ്റിയും അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയും ഒക്കെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. This is Dome Glacier and it sits on the mountain Snow Dome. At the top of Mount Snow Dome, you can see the Columbia ice field. It looks like a layer of icing on top of the mountain and it's actually 100 meters thick, which is about the height of Big Ben in London. Now, Mount Snowdome and the Columbia Icefield are pretty special because they're what's known as a triple continental divide, and it's the only one of its kind in the world. ഈ ഗ്ലേഷ്യേഴ്സിലെ മഞ്ഞ് ഉരുകി അത് റിവറിലേക്ക് ചേർന്ന് അത് എങ്ങനെ ഏതൊക്കെ റിവർ വഴി കണക്ട് ചെയ്ത് ഏത് ഡയറക്ഷനിൽ പോയി അവസാനം ആർട്ടിക് ഓഷനിൽ എത്തും എന്നാണ് ഇവരിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. All the way to the Arctic Ocean. 100 men, 9 years to build this railway, all the way from Lake Louise to Jasper. സോ നമ്മൾ സ്കൈ വാക്ക് എത്തിയേക്കാണ്. ആ കാണുന്നതാണ് സ്കൈ വാക്ക്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിർത്തി നമ്മൾ നടന്ന് വേണം അങ്ങടേക്ക് വരാൻ വേണ്ടി. സോ പാത്തൊക്കെ അവർ ക്ലിയർ ആയിട്ട് തന്നെ ഫെൻസ്ഡ് ആയിട്ടും പ്രോപ്പറായിട്ടും വെച്ചിട്ടുണ്ട്. സോ അത് ഈസി ആൻഡ് ആക്സസിബിൾ ആണ്. നമ്മുടെ ബസ് ഇവിടെ ആയിരിക്കും നിർത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ നെക്സ്റ്റ് ബസ്സിൽ കയറി തിരിച്ച് ആ സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. കാരണം നമുക്കിവിടെ എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ഷട്ടിൽ ബസ് വരുമ്പോൾ അതിൽ കയറി പോയാൽ മതി. നമ്മൾ ആ ഗ്രൂപ്പുമായിട്ട് സ്റ്റിക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മളിത് ഈ ഒരു വഴിയാണ് സ്കൈ വാക്കിലേക്ക് നടന്ന് ചെല്ലേണ്ടത്. ഇതൊരു വ്യൂയിങ് പോയിന്റ് ആണ്. ഇവിടെ ഒരു ഇൻഫർമേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ സ്കൈ വാക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വേണ്ടി. പിന്നെ ഇവിടെ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും ഇവിടെ കാണുന്ന ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ. സോ ഇതാണ് സ്കൈ വാക്ക്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം ഇത് കുറച്ച് സ്കെയറിയാണ്. കാരണം ഇതൊരു കൊക്ക പോലെയാണ് ഇതിൻ്റെ താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഇത് ബേസിക്കലി ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. പിന്നെ ഇതൊരു സി ഷേപ്പിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ടൺസ് ഓഫ് മെറ്റൽ യൂസ് ചെയ്ത് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത് മൗണ്ടെയിൻ ഗോഡ്സ് ഈഗിളിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ വരാറുണ്ടെന്നാണ്. നമ്മൾക്ക് കാണാൻ പറ്റി. സ്കൈ വാക്ക് അല്ലാതെ ഇവിടെയുള്ള മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്ലേഷ്യർ വാക്കാണ്. സോ നമ്മളിപ്പോൾ അതിൽ ചൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് സ്കൈ വാക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ സ്കൈ വാക്ക് ഒക്കെ കണ്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്കൈ വാക്ക്. സോ ഫസ്റ്റ് ടൈം ഗ്ലാസ് ബ്രിഡ്ജ് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വീണ്ടും ഐസ് ഫീൽഡ് ഹൈവേ കൂടി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. Till then, stay tuned. Please do subscribe my channel for more videos and thank you for watching.